ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തണ്ണിമത്തൻ വെച്ചിട്ട് നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണിത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റണ ഈ തണ്ണിമത്തൻ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഇതിപ്പോൾ ഒരു തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. അതിന് ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ എടുക്കണുള്ളൂ. അപ്പം നല്ല കളറുള്ള തണ്ണിമത്തനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, മധുരം ഉണ്ടാവും, നല്ല കളറും കിട്ടും നമ്മുടെ ജ്യൂസിന്. അപ്പം ഞാനിവിടെ തണ്ണിമത്തൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ജ്യൂസിന് ആവശ്യമുള്ളത് അതെടുക്കാം. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് ഞാൻ ജ്യൂസ് അടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തണ്ണിമത്തനൊക്കെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ തണ്ണിമത്തൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനൊരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നുള്ള് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കുറച്ച് സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തണ്ണിമത്തനിൽ ചെറുനാരങ്ങയുടെ ഒരു ചെറിയ പുളി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ജ്യൂസ് കുടിക്കാനായിട്ട്. ചെറുനാരങ്ങ താല്പര്യമില്ലാത്തവർ ഇത് ചേർക്കണം എന്നില്ല. ഇനി നമുക്കിത് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ തണ്ണിമത്തൻ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്ട്രെയിനർ വെച്ചൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ജ്യൂസൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു തണ്ണിമത്തൻ ജ്യൂസാണ് ഇത്. അതേസമയം നല്ല റീഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ വേനൽക്കാലത്തും ചൂടുള്ള സമയത്തൊക്കെ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു എനർജിയാണ് ഉണ്ടാവുക. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തണ്ണിമത്തൻ്റെ കഷ്ണങ്ങൾ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഐസ് ക്യൂബ്സ് ഒന്നും ഇട്ട് കൊടുക്കണില്ല. ഇനി നമ്മുടെ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.